ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പല എപ്പിസോഡുകളിലായിട്ട് ഇപ്പോൾ ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഈ വിശേഷങ്ങൾക്കൊരു അന്ത്യമില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുടുംബജീവിതം എങ്ങനെയാണല്ലോ, എപ്പോഴും നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് ബൈബിൾ ഓറിയൻറ്റഡ് ആയിട്ട് പോകാമെന്നൊരു തോന്നൽ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, കുടുംബജീവിതത്തിൽ നമ്മളെപ്പോഴും തിരുക്കുടുംബം പോലെ ആവുക എന്നാണ് പറയുക. പക്ഷേ തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും സന്തോഷം മാത്രമൊന്നുമല്ല കാണുന്നത്. തിരുക്കുടുംബത്തിൽ ഒത്തിരി സന്തോഷവും ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യകാലത്തെ മാത്രമേ ബൈബിളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുള്ളായിരിക്കും. അപ്പം ഇന്ന് തിരുക്കുടുംബമാണ് നമ്മുടെ വിഷയം. അപ്പം അങ്ങ് തുടങ്ങാം. ഈ ബൈബിൾ കുടുംബങ്ങളുടെ ചരിത്രമാണല്ലോ. ഏതെല്ലാം കുടുംബം, അബ്രഹാമിൻ്റെ കുടുംബം വരുമ്പം ദുഃഖവും സന്തോഷവും കാണും. അബ്രഹാം മുതൽ ചരിത്രം. ജോബിൻ്റെ കുടുംബം സഹനമുണ്ട്, തകർച്ചയുണ്ട്, പക്ഷെ സന്തോഷമുണ്ട്. തിരുക്കുടുംബം വരുമ്പോഴും അങ്ങനെ ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, രണ്ടുമുണ്ട്. അപ്പം ഈ ദുഃഖത്തിൻ്റെ നടുവിൽ ആനന്ദമുള്ള ഒരു കുടുംബമായി തിരുക്കുടുംബം ജീവിച്ചു എന്നുള്ളതാണ്. ദുഃഖിക്കാനേ വകുപ്പുള്ളൂ. അതെ, എല്ലാം പ്രശ്നങ്ങളായിരുന്നു ആദ്യം തൊട്ടേ പ്രശ്ന. എന്നാലും അതൊരു തിരുക്കുടുംബമായിട്ടാണ് കാണുക. തകർന്ന കുടുംബം എന്നല്ല പറയാം, തിരുക്കുടുംബം. അപ്പം തകർന്ന ഏത് കുടുംബത്തെയും തിരുക്കുടുംബമാക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നതാണ് നസസിലെ കുടുംബം. യോസേപ്പിതാവിൻ്റെ അതേ അനുഭവമുള്ള കുടുംബനാഥന്മാരുണ്ട്. മരിയത്തിൻ്റെ അനുഭവമുള്ള ഈ മാതാക്കളുണ്ട്. യേശുവിനെ പോലെ കുട്ടിക്കാലങ്ങളിൽ ഒത്തിരി മുറിവേറ്റ് ജീവിച്ച മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു ദുരന്തമായിട്ട് മാറിയില്ല. അതെല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റി തിരുക്കുടുംബം. അതിന് കുടുംബനാഥനായ യോസേപ്പിലും കുടുംബനാഥയായ മറിയത്തിലുമുള്ള ചില പ്രത്യേകതകളാണ് തകർച്ചയുടെ നടുവിൽ തളരാതെ പിടിച്ചിരിക്കാൻ പറ്റിയത്. അങ്ങനെ നല്ല റോളുണ്ട് അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെയാണ് അവർ ഒരു നശിച്ചു പോകാവുന്ന കുടുംബത്തെ ഒരു തിരുക്കുടുംബമായി ഉയർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജീവിച്ചപ്പെടാം. ഉദാഹരണത്തിന് ഓർത്താൽ മതി, യോസേപ്പ് പിതാവിനെ തന്നെ എടുക്കുക. ഓർത്താൽ എല്ലാവരും ചോദിക്കുക, എന്തിനാ ഒരു സ്വന്തമായിട്ടല്ലാത്തൊരു കുഞ്ഞിൻ്റെ അപ്പനായിട്ട് ഒരു സ്ത്രീയെ കൊണ്ടിങ്ങനെ പോകുന്നത് എന്തിനാ? യോസേപ്പിനെ പറയാനൊന്നേ ഉള്ളൂ, ഒരു കഴുതയുടെ കയറ് പിടിച്ച് ഏതെങ്കിലും ഒരുത്തം നടന്നാലേ ഈ ലോകത്തിൽ രക്ഷകൻ പിറക്കുള്ളൂ. ഉത്തരവില്ലാത്ത ചില കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താലേ രക്ഷക പിറവിയുള്ളൂ എന്നും പറഞ്ഞായിരുന്നു യോസേപ്പ് പിതാവിൻ്റെ ഒരു യാത്ര നമ്മൾ കാണുക. യോസേപ്പ് പിതാവിലെ നമ്മൾ ചുമ്മാ ശ്രദ്ധാപൂർവം കാണാവുന്ന ഈ ഒരു നല്ല കുടുംബനാഥൻ്റെ 5 പ്രത്യേകത കാണാം. അപ്പം അവിടെയാണ് കുടുംബം സ്വർഗമായിട്ട് മാറുന്നത്. ഒന്നാമത്തെ ഒരു വലിയ പ്രത്യേകത കാണുന്നത്, ഏതോരപ്പനും തിരുക്കുടുംബത്തെ മാതൃകയാക്കി നിർണായക സമയങ്ങളിൽ ദൈവത്തെ കൺസൾട്ട് ചെയ്യണം. ഇപ്പം മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് അപ്പൻ്റെ പെങ്ങളുടെ മക്കളോടും അവർ പറയും ഡൈവോഴ്സ് മതി എന്ന് പറയും. ദൈവം പറഞ്ഞു അക്സെപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ ബലം നിർണായക സമയങ്ങളിൽ ദൈവത്തോട് ആലോചന നടത്തുന്ന ഒരപ്പനാകണം. അതാണ് സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടെന്നുള്ളതല്ല, ദൈവത്തോട് സംസാരിച്ചപ്പം ദൈവം പറഞ്ഞു കൊടുത്തു മറിയത്തെ സ്വീകരിച്ചോ, ദൈവം പറഞ്ഞു കൊടുത്തു ഈ ഇതിലേക്ക് ഓടിക്കോ, ദൈവം പറഞ്ഞു കൊടുത്തു നസറേത്തിലേക്ക് തിരിച്ചു പോരെ. അപ്പം ഇങ്ങനെയുള്ള ദൈവത്തോട് ആലോചന വയ്ക്കുന്ന ഒരു അപ്പനെ വീട്ടിലുണ്ടോ, ആ വീട് തിരുക്കുടുംബമായിട്ട് മാറും. ഇന്ന് പലപ്പോഴും നമ്മുടെ വീട്ടിലില്ലാതെ പോകുന്നത് അങ്ങനെയുള്ള അപ്പന്മാരാണ്. തമ്പുരാൻ്റെ ആലോചന ചോദിക്കുന്ന അപ്പന്മാരായിട്ട് നമ്മൾ കാണുന്നില്ലെന്നുള്ളതാണ്. അതുപോലെ യോസേപ്പ് പിതാവ് നമ്മൾ വീണ്ടും കാണുന്നുണ്ട് രണ്ടാമതൊരു വലിയ പ്രത്യേകത. ആ പ്രത്യേകതയാണ് യോസേപ്പ് പിതാവ് സൽപ്പേര് നശിപ്പിക്കാത്ത യോസേപ്പ്. ഇപ്പം നീതിമാനാകയാലും മറിയത്തിൻ്റെ സൽപ്പേര് നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതിനാലും രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ഇപ്പം എപ്പോഴും ഒരു കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞാൻ മൂലം സൽപ്പേര് നശിക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യയുടെ കുറ്റം പെങ്ങന്മാരോടും അമ്മയോടും കൂട്ടുകാരോടും പറയുന്ന ആളാണോ ഞാൻ? എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം ആങ്ങളമാരോടും വീട്ടുകാരോടും ഫോണിക്കൂടെ പറഞ്ഞാണ്. ചില സ്ത്രീകളെ കാണും, തുമ്മിയാലും തുപ്പിയാലും ചുമച്ചാലും ഉടനെ അമ്മയെ വിളിച്ചറിയിക്കുക. അത് ശരിയല്ല. സൽപ്പേര് നശിപ്പിക്കുക. ഞാൻ കാരണം ഒരിക്കലും എൻ്റെ ഭാര്യയ്ക്ക് പേരുദോഷം വരില്ല. ഞാൻ കാരണം എൻ്റെ ഭർത്താവിനും പേരുദോഷം വരില്ല. അതാണ് സൽപ്പേര് നശിപ്പിക്കാത്ത യോസേപ്പ് പിതാവ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു, തൻ്റെ സൽപ്പേര് നശിപ്പിക്കാത്ത യോസേപ്പ് പിതാവാണ്.
യൗസേപ്പ് പിതാവിൻ്റെ മൂന്നാമതൊരു വലിയ പ്രത്യേകത തിരുക്കുടുംബത്തിൽ യൗസേപ്പിൽ നമ്മൾ കണ്ടെത്തുന്ന പ്രത്യേകിച്ചുള്ള ഒന്നാണ്, ഒരു ജീവിതത്തിൽ എപ്പോഴും അധ്വാനശീലം പുലർത്തിയിരുന്നൊരു മനുഷ്യൻ. അധ്വാനശീലം, അതുകൊണ്ടാണ് തൊഴിലാളി മധ്യസ്ഥൻ എന്നാണ് അറിയപ്പെടുക. അധ്വാനശീലം. ഇപ്പം നമ്മൾ ജീവിതത്തിലൊരു അധ്വാനശീലം, ഒരിക്കലും ഒരു മന്ദപ്രതിയുള്ള അപ്പനായിട്ട് ഇരിക്കാൻ പാടില്ല. 2 കാലം നിൽക്കാവുന്ന കാലത്തോളം അലയണം, അധ്വാനിക്കണം, കഷ്ടപ്പെടണം. അപ്പം ആ രീതി വേണം നമ്മൾ ജീവിച്ചു പോകാനായിട്ട്. ഇനി ചുമ്മാ ചീട്ടും കളിച്ച് കള്ളും കുടിച്ച് വാട്സപ്പും നോക്കി ടൈം കളയുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. ചുമ്മാ ചിലരുടെ ഭാര്യയുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കെട്ടിയന്മാരുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ കാണും. വിദേശത്ത് നിന്ന് അങ്ങനെ പലരും ഉണ്ട്. ഇവൻ ചീട്ടും കളിച്ച് കള്ളും കുടിച്ച് നടക്കുക, ഭാര്യയുടെ കാശ് കൊണ്ടാണ് ജീവിക്കുക. അപ്പോൾ ആ രീതി ഉള്ള മനുഷ്യരുണ്ട്. അപ്പം അതല്ല, നമുക്ക് പറ്റുന്ന കാലത്തോളം പരമാവധി അധ്വാനിച്ച് നന്മ ചെയ്ത് ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു യൗസേപ്പ്. ഇത് ആകണം ഒരപ്പൻ. അതാണ് തിരുക്കുടുംബത്തിൻ്റെ മോഡൽ. 4ാമത് യൗസേപ്പ് പിതാവ് കാണുന്ന വലിയൊരു പ്രത്യേകതയാണ്, നമ്മൾ കാണുന്നു സ്വപ്നങ്ങൾ ഉള്ളവൻ. നമ്മുടെ ജീവിതത്തെ ബലപ്പെടുന്ന നമ്മുടെ സ്വപ്നങ്ങളാണ്. പെണ്ണ് കിട്ടുമ്പോൾ ഒരു സ്വപ്നം വേണം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയൊക്കെ. നടന്നാലും നടന്നില്ലെങ്കിൽ സ്വപ്നം കാണും. അബ്ദുൽ കലാം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കൈ നഷ്ടപ്പെടാം, കാല് നഷ്ടപ്പെടാം, കണ്ണ് നഷ്ടപ്പെടാം, പക്ഷെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിക്കാൻ പറ്റിയാൽ. മല കയറുന്ന മനുഷ്യൻ്റെ സ്വപ്നം മലമൂളി വെക്കുന്ന സ്റ്റെപ്പാണ്. ആ സ്വപ്നം അവനെ വലിച്ചു അവിടെ വരെ എത്തി. ഒരു അമ്മ അപ്പനും മക്കളെ കുറിച്ചുള്ള സ്വപ്നം ഏത് കഷ്ടപ്പാടും സഹിക്കും. ഒരു ലക്ഷ്യം, സ്വപ്നമുണ്ട്. ഈ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ വേണം. പലർക്കൊന്നും സ്വപ്നമില്ലല്ലോ. അപ്പം എന്നാ പറഞ്ഞ അങ്ങനെയൊക്കെയാ, ആരെക്കൊണ്ട് പറ്റും, പുകഞ്ഞ പള്ളി പുറത്ത് ജീവിതം തരും. അപ്പം നമുക്കൊരു നല്ലൊരു സ്വപ്നം, യൗസേപ്പ് പിതാവിനെ പോലെ നമുക്ക് സ്വപ്നം വേണം. ലോകത്തിൽ ആരെല്ലാം സ്വപ്നം സൂക്ഷിച്ചോ അവരൊക്കെ അത്ഭുതം ചെയ്തു വരാം. ഉദാഹരണത്തിന് ഈജിപ്തിൽ ഫറവോനൊരു സ്വപ്നം, എൻ്റെ അപ്പനൊരു കല്ലറ ഉണ്ടാക്കണം. സ്വപ്നത്തിൽ കണ്ടതുപോലെ ഫറവോൻ കല്ലറ ഉണ്ടാക്കി. അത് ലോകവിസ്മയമായ പിരമിഡ്. ഷാജഹാൻ ചക്രവർത്തിക്കൊരു സ്വപ്നം, എൻ്റെ ഭാര്യയ്ക്കൊരു സ്മാരകം. ആ സ്വപ്നമാണ് താജ്മഹൽ. യൗസേപ്പ് പിതാവിനൊരു സ്വപ്നം തിരുക്കുടുംബത്തിൻ്റെ നാഥനാക്കി മാറ്റി. നമുക്കും വേണം സ്വപ്നം. ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത പെരുമാറ്റമുള്ള ഭാര്യയായിരിക്കും. തകരരുത്, ഒരു സ്വപ്നം വേണം, അവളെ ഞാൻ നേടും. ഒട്ടും ഇഷ്ടപ്പെടാത്ത സ്വഭാവമുള്ള ഒരു ഭർത്താവായിരിക്കും, വിടരുത്, ഞാൻ നേടും. ഇതാണ് തിരുക്കുടുംബം. ഈ സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ജീവിതം. 5ാമതൊരു വലിയ പ്രത്യേകതയുള്ളത് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെന്നാണ് പറയുന്നത്. അപ്പം ജീവിക്കുവാൻ തന്നെ മരിക്കാൻ പഠിക്കണം, ഒരുങ്ങാൻ പഠിക്കണം. ചില മനുഷ്യരുണ്ട് യുവത്വത്തിൽ വാർദ്ധക്യം ആർജിക്കുന്നവർ, ചില വാർദ്ധക്യത്തിൽ യുവത്വം സൂക്ഷിക്കുന്നവർ. 2 കൂട്ടം മനുഷ്യരുണ്ട്. യുവത്വത്തിൽ വാർദ്ധക്യം ആർജിക്കുന്നവരാണ് ഇനി ഒരു രക്ഷയില്ല, ഇനിയൊന്നുമില്ല, തീർന്നു എന്ന് പറഞ്ഞൊരു മനുഷ്യരുണ്ട്. അതാണ് യുവത്വത്തിലെ വാർദ്ധക്യം. പക്ഷേ 90-ാം വയസ്സിലും 2 കാലേ നടക്കാവോ, എന്തെങ്കിലും ചെയ്യും. അതാണ് വാർദ്ധക്യത്തിലെ യുവത്വം. യൗസേപ്പ് പിതാവ് ഏത് വാർദ്ധക്യത്തിലും എപ്പോഴും യുവത്വം ഉള്ളിൽ സൂക്ഷിച്ചു, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട്. ആരാ നല്ല മരണം മരിക്കുക? മറിയത്തിൻ്റെ മടിയിലും ഈശോയുടെ അടുക്കലും പറഞ്ഞ് യൗസേപ്പ് പിതാവ് മരിച്ചെന്നാണ് വാചിക പാരമ്പര്യങ്ങൾ പറയുന്നത് നമുക്ക്. അപ്പം നന്നായിട്ട് ജീവിച്ചപ്പം നന്നായിട്ടങ്ങ് മരിച്ചു. അപ്പോൾ യൗസേപ്പ് പിതാവ് എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം, ജീവിതം എത്ര കാലം എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം നന്നായിട്ട് ജീവിക്കണം. മക്കൾക്ക് പറയാൻ പറ്റണം, ഈ അപ്പൻ്റെ മോനാ ഞാൻ. ഭാര്യയ്ക്ക് പറയാൻ പറ്റണം, ഈ മനുഷ്യൻ്റെ ഭാര്യയാണ് ഞാൻ. അങ്ങനെയുള്ള ജീവിതം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവരെ മരിച്ചാലും ജീവിക്കും. കഥാ പറഞ്ഞില്ല, നീ മരിച്ചാലും ജീവിക്കും. ഭാര്യയുടെ മനസ്സിൽ ജീവിക്കും, മക്കളുടെ മനസ്സിൽ ജീവിക്കും. ബൈബിളിൽ ഏറ്റവും പേടിപ്പിക്കുന്ന വചനം ഒറ്റ വാക്കേ ഉള്ളൂ, വൃക്ഷങ്ങളുടെ വീടിന് കോടാലി വയ്ക്കപ്പെട്ടു. ഈ കോടാലി വിസ്മൃതിയാണ്, മറവിയുടെ മഴുവാണ്. ഒരാൾ മരിച്ചു കഴിയുമ്പം പിന്നെ ഓർക്കാനൊന്നുമില്ലെങ്കിൽ മറവിയുടെ മഴു വീണ ജീവിതമാണ്, ഓർക്കാൻ വേണം. അപ്പം നന്നായിട്ട് ജീവിച്ചോ നല്ല മരണം. എങ്ങനെ മരിച്ചെന്നുള്ളതല്ല, സോക്രട്ടീസ് വിഷം ചെന്ന് മരിച്ചാലും നല്ല മരണം, മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചാലും നല്ല മരണം, ദൈവപുത്രനായ ക്രിസ്തു കുരിശിൽ അപമാനത്തിന് കുരിശിൽ മരിച്ചാലും നല്ല മരണം.
നമുക്ക് ശരിക്കും പറയും നല്ല മരണം എന്നതാണെന്ന് മനുഷ്യർക്ക് അറിയില്ല. ഒരു ആക്സിഡന്റ് വന്ന് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ പെടുമരണം അതാണ് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ അതില്ല. നന്നായിട്ട് ജീവിക്കുന്ന എപ്പം മരിച്ചാലും അത് നല്ല മരണം മരണം. ചിലപ്പം 10-ാം വയസ്സ്, ചിലപ്പോൾ 50-ാം വയസ്സ്, ചിലപ്പോൾ 100-ാം വയസ്സ്. അപ്പൊ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും നല്ല മരണം എന്നുള്ളതിന് ആ നല്ലതിന്റെ ഒരു അടിസ്ഥാനം. അതേ ഉള്ളൂ. അപ്പം നല്ല ഓർമ്മ വിട്ടിട്ട് പോകും. നല്ല ഓർമ്മ. നമ്മൾ പക്ഷികളെ കണ്ടിട്ടുണ്ട്. ആ പക്ഷി ജീവിച്ചതിൻ്റെ അടയാളം ഒരു പപ്പാണ്, ഒരു തൂവലാണ്. ഏത് പക്ഷിയും ഒരു തൂവലിട്ടിട്ട് പോകും, പക്ഷിയുടെ എക്സിസ്റ്റൻസ് സൂചിപ്പിക്കുക. ഇതുപോലെ ഒരു തൂവലിട്ട് പോവുക ഭാര്യയുടെ മനസ്സിൽ, മകളുടെ മനസ്സിൽ. അപ്പം അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഭർത്താവുള്ള കുടുംബം തിരുകുടുംബം. അതാണ് യോസേപ്പിതാവ്. ഇനി മറിയത്തിലേക്ക് വരാം. മറിയത്തിൽ വരുമ്പോഴും കാണാം യോസേപ്പിതാവ് കണ്ടതുപോലെ മറ്റൊരു 5 പ്രത്യേകത മറിയത്തിൽ എടുക്കാനുണ്ട് കുടുംബജീവിതത്തിൽ. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയായിരുന്നു മറിയത്തെ സംബന്ധിച്ച് ദൈവം തൊട്ട ജീവിതമാണ്. മംഗളവാർത്ത അരുളി ചെയ്തു, മറിയം സ്വീകരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവം ഒരു സ്ത്രീയെ തൊടുമ്പോൾ അവൾക്ക് ആനന്ദിക്കാൻ പറ്റും, ദുഃഖത്തിൽ ആനന്ദിക്കാം. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. എല്ലാ വകുപ്പുണ്ട്, കിടക്കാൻ വീടില്ല, വരുമാന വഴി ഒന്നുമില്ല, ഒരു ഒരു എന്തോ ഒരു അത്ഭുത ഗർഭം എന്ന് പറയുന്ന ഒരു ശിശുവിനെ ഉള്ളിൽ വഹിക്കുന്നു. പ്രത്യക്ഷത്തിൽ പോസിറ്റീവായിട്ടൊന്നുമില്ല. പക്ഷെ ദൈവം തൊട്ടവർക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും വേണ്ട, ആനന്ദിക്കാം. ലക്ഷം വീട്ടിലെ ചെറ്റക്കുടില്ല, ആനന്ദിക്കാം. ദേഹത്ത് മുഴുവൻ ക്യാൻസറാണ്, ആനന്ദിക്കാം. മക്കളെ കൊണ്ടും ഭർത്താവിനോട് ഒരു ഹോപ്പുമില്ല, പക്ഷെ ആനന്ദിക്കാം. ദൈവം തൊടണം. അപ്പോൾ ഒരമ്മ ദൈവം തൊട്ട അമ്മയാണ് കുടുംബം തിരുകുടുംബമാവും. പ്രാർത്ഥന, കുമ്പസാരം, വിശ്രുവാന, കുടുംബ പ്രാർത്ഥന ഇതെല്ലാം കൊടുക്കുമ്പോൾ ആ വീട് തിരുകുടുംബമായിട്ട് മാറും. ദൈവം തൊട്ട ഒരു ജീവിതം. അങ്ങനെ ദൈവം തൊടുമ്പോൾ മറിയം ചെയ്ത രണ്ടാമത്തെ കാര്യം ജീവകാരുണ്യ പ്രവൃത്തികൾ. ഒരമ്മ സൽപ്രവൃത്തി ചെയ്താൽ അത് മക്കളിലേക്ക് വളരും. കാരണം അമ്മയുടെ മുലപ്പാൽ കുടിച്ച കുഞ്ഞ് വളരുക, അമ്മയുടെ പുണ്യം മക്കളിലേക്ക് വളരും. ലൂക്കാ 1 കാണാം, ദൈവം തൊട്ടപ്പോൾ മറിയ ഓടി ഇളയമ്മയെ സഹായിക്കാൻ. ഒരു നല്ല സ്ത്രീ ദൈവം തൊട്ട് കഴിയുമ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാം. മറിയ ഓടി ഇളയമ്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യാൻ. അതുപോലെ പരിമിതമായ വരുമാനമുള്ളൂ, അതിൽ നിന്ന് അല്പം പാവങ്ങൾക്ക് കൊടുക്കും ഒരമ്മ. അപ്പനേക്കാൾ ധർമ്മകാരെ കാണുമ്പോൾ അലിവ് അമ്മയ്ക്കാണ്. പാവമല്ലേ, എന്തെങ്കിലും കൊടുക്കണ്ടേ. ഈ അലിവ് കുടുംബത്തെ തിരുകുടുംബമാക്കി മാറ്റും. കൈ നീട്ടുന്ന ഭിക്ഷക്കാരാകാം, വീട്ടിൽ പണിയാൻ വരുന്നവരാകാം, ആരും ആയിക്കോട്ടെ. അവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഒരു കരുണ, അത് ദൈവം തൊടുമ്പോൾ കിട്ടുന്ന രണ്ടാമത്തെ ഒരു സമ്മാനമാണ്. ജീവകാരുണ്യ പ്രവൃത്തികൾ, പരസ്നേഹ പ്രവൃത്തികൾ, ഇത് അമ്മയ്ക്കുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഈ മാതാവിൽ കാണുന്ന ഒരു പ്രത്യേകത, പരാതിയില്ല. എനിക്ക് ഈ പശുക്കൂട് മതി, ഈ ഗോമൂത്രം മതി, ഈ ചാണകം മതി, ഈ വൈക്കോല് മതി, മിനിമം കൊണ്ട് ഹാപ്പിയാണ്. അപ്പം അത് ഓരോ കുടുംബത്തിലും ഒരമ്മയ്ക്ക് ആ സ്വഭാവം വേണം. ഈ കെട്ടിയോൻ മതി, ഈ അടുക്കള മതി, ഈ നൈറ്റ് മതി, ഈ ഭക്ഷണം മതി, ഈ വീട് മതി. പക്ഷെ വലിയ പാടാ പെണ്ണുങ്ങൾക്ക് കേട്ടോ വെച്ചാ, പറയാൻ വലിയ പാടാണ്. അങ്ങനെ പറഞ്ഞാലേ നമുക്കത് നിൽക്കാൻ പറ്റുള്ളൂ. എനിക്കിത് മതി. വേണമെങ്കിൽ ഗബ്രിയേൽ മാലാവോട് പറയാം, സത്യത്തിൻ്റെ മാനേജർ കൈസ്തി കോള് വിളി, ഒരു മിസ്സസ് മറിയം പ്രസവിക്കാൻ വരുന്നുണ്ട്, 1-ാം നമ്പർ മുറി ഫ്രീ ആക്കിയിട്ട് അവരെ ഔട്ടാക്കി മറിയത്തെ അഡ്മിറ്റ് ചെയ്യുക, ഇതും മതി. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മറിയം പ്രസവിച്ച മോനും ആ ആറ്റിറ്റ്യൂഡ്. പുകഞ്ഞ രീതി ഞാൻ കരുത്തുകയല്ല, വളഞ്ഞ ഞാൻ ഒടുക്കിയാൽ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക, ഒരു സമ്മർദ്ദമില്ലാത്ത സാന്നിധ്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ നരകമാക്കുന്നതും തിരുകുടുംബം അല്ലാതാക്കുന്നതും ഈ കുറവുകളിലെ പരാതികളാണ്. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യല്ല. കൊച്ചു കാര്യം വന്നോ ആ പരാതി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും എപ്പോഴും നമുക്കൊരു വലിയ അപകടമാണ്, ഈ പരാതി പറച്ചിൽ. അമ്മ പറയുന്നു, പരാതിയില്ലാതെ ജീവിക്കുക, കിട്ടിയതിൽ സന്തോഷിക്കുക, എനിക്കിത് മതി എന്ന് പറയാൻ പഠിക്കുക. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നി, നമ്മൾ തുറന്ന് പറയുന്നത് പരാതിയുടെ ഗണത്തിൽപ്പെടുവോ? അത് ചിലർ അങ്ങനെ പറയും, എന്തു പറഞ്ഞാലും പരാതി. അപ്പം നമ്മൾ ഓർക്കും, പക്ഷെ ഒരു കാര്യം നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ, അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്ന കേട്ടിട്ടുണ്ട്. അതല്ല, ഇത് പരാതി എന്ന് പറയുമ്പം എപ്പോഴും കുറ്റം പറഞ്ഞു ന്യാഗ് ചെയ്യുവേ,
ആ രീതിയിൽ ആവശ്യങ്ങൾ പറയുന്നില്ല. ചുമ്മാ നമുക്ക് തോന്നും ഈശോടെ എന്തിനാ ഈ കൊച്ചു കാര്യത്തിനെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പം ഒരു കാര്യം ഒന്നും ഭരിക്കാതെ ഡിസോർഡറായിട്ട് കിടന്നു. പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയായി. അത് വേണേൽ എനിക്ക് എടുത്ത് വെക്കാവുന്നു, എനിക്ക് വെക്കാവുന്നു. അതില്ലാതെ വരും ചുമ്മാ ചർച്ചാവിഷയമാക്കുക, എന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് നൊമ്പരപ്പെടുത്തുക. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പരാതി. ഇപ്പം കുടുംബം തിരുക്കുടുംബമാണോ, പരാതിയില്ല. ചിലപ്പം ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ലാതെ വരും, ഓക്കെ. ഭർത്താവ് മേടിച്ച ഡ്രസ്സ് ഇഷ്ടപ്പെടാനില്ലായിരിക്കും, ഓക്കെ. കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം, ഓക്കെ. അപ്പം അങ്ങനെ ഒരു രീതി നമ്മൾ വരുമ്പോഴാണ് ആനന്ദിക്കാൻ പറ്റുക. അതാണ് തിരുക്കുടുംബത്തിൻ്റെ ആനന്ദം എന്ന് പറയുക. നാലാമത് ഈ അമ്മയെ ആനന്ദിച്ചതിന് പ്രധാനപ്പെട്ട കാരണമാണ് ടോട്ടൽ സറണ്ടർ, സമ്പൂർണ്ണ സമർപ്പണം. എങ്കിലേ ആനന്ദിക്കാൻ പറ്റുള്ളൂ. ആ കുടുംബം തിരുക്കുടുംബമായിരിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പം മറിയം പറഞ്ഞു, ഞാൻ കളിമണ്ണ്, നീ കുശവൻ, ഇഷ്ടം പോലെ മെനഞ്ഞെടുത്തോ വാർത്തെടുത്തു. ഞാൻ വെള്ളക്കടലാസ്, ഇഷ്ടമുള്ള എഴുതിക്കും. ഇതാണ് ടോട്ടൽ സറണ്ടർ. എന്ത് വന്നാലും തമ്പുരാന് സ്വീകരിച്ചു. കല്യാണത്തിൻ്റെ 50-ാം വർഷത്തിൽ ഒരു സ്ത്രീയോട് ചോദിച്ചു, എങ്ങനെയാണ് 50 വർഷം സന്തോഷത്തോടെ ജീവിച്ചത്? ഒരു വെള്ളക്കടലാസ് ചോദിച്ചു, കൊടുത്തപ്പം കീഴ് ഒപ്പിട്ട് കൊടുത്തു. ഞാൻ വെള്ളക്കടലാസ്, ദൈവം എന്തെല്ലാം ചോദിച്ചു അതെല്ലാം ഞാൻ ചെയ്തു, സൈൻ ചെയ്തു. ഇതാണ് ജീവിതം. അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, സമ്പൂർണ്ണ സമർപ്പണം. ഈ സമർപ്പിച്ചവരുടെ സന്തോഷം എന്താ? സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. അതാണ്. ഇപ്പം കല്യാണം കഴിച്ചാൽ പിന്നെ ഭാര്യയ്ക്കൊരു മേജർ ഓപ്പറേഷൻ വന്നാൽ അപ്പൻ്റെ ആളുടെ ഒപ്പല്ല, കെട്ടിയവൻ്റെ ഒപ്പാണ്. ഭർത്താവിന് മേജർ ട്രീറ്റ്മെൻറ്റ് വന്നാൽ സമർപ്പണം സ്വീകരിച്ച ഭാര്യയുടെ ഒപ്പാണ്. ഇതാണ്. സമർപ്പിച്ചവർ എന്ത് സംഭവിക്കും? സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. അപ്പോൾ അത് നമ്മളെ ആനന്ദിപ്പിക്കും. ഇനി ദൈവം അറിയാതെ എൻ്റെ മുടിനാല് കൊഴി ഇലകൾ എടുക്കുകയില്ല, ഞാൻ ടോട്ടലായിട്ട് കൊടുത്തതല്ലേ. അപ്പം അതിൻ്റെ ബാക്കി ദൈവം തരുള്ളൂ. ഈ ഒരു ധൈര്യം കിട്ടും. അവിടെ നമ്മൾ ആനന്ദിക്കും. പലപ്പോഴും കല്യാണം കഴിഞ്ഞാലും കൂറും ബന്ധമെല്ലാം സ്വന്തം വീട്ടുകാരോടാണ്, സമ്പൂർണ്ണ സമർപ്പണമല്ല. കെട്ടിക്കഴിഞ്ഞാലും പെങ്ങളും അമ്മ അപ്പൻ വീട്, ഭാര്യയ്ക്ക് ഒരു റോഡില്ല, ഒരു അതിഥി വന്നു കയറിയ അതിഥി, അവിടെ സമ്പൂർണ്ണ സമർപ്പണമില്ല. എന്തു വന്നാലും ഇന്നു മുതൽ ദൈവം അറിയാതെ അല്ല, ഇവൾ എൻ്റെ കൂടെ, ഇവൻ എൻ്റെ കൂടെ. ഈ ആറ്റിറ്റ്യൂഡ് എടുക്കണം. മറിയത്തിന് ഇത്രയും യുവതി, അത്ര യുവത്വമില്ലാത്ത യോസേഫിനെ ഭർത്താവായിട്ട് കിട്ടി, ഓക്കെ. ദൈവം തന്നതാ. ഇതാ കർത്താവിൻ്റെ ദാസി. മംഗളവാർത്ത, ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ എന്ന് പറയുന്നതിനകത്ത് അനുസരണമുണ്ട്. ഇതാ കർത്താവിനെ എന്ന് പറയുന്നതിൽ ടോട്ടൽ സറണ്ടറുണ്ട്. ഈ ഭൂമിയിൽ ആരുടേതുമല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ്. ദാസി എന്ന് പറയുമ്പോൾ എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, വെറും ബിഗ് സീറോയാണ്. ഈ സറണ്ടറുണ്ട്. അപ്പം സമർപ്പിക്കുമ്പോൾ സമർപ്പണത്തിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അമ്മ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. അവസാനമായി അഞ്ചാമത്, അമ്മയെ ആനന്ദിച്ചതിൻ്റെ അഞ്ചാമതൊരു കാരണമാണ് നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുക. അതാണ് മറിയം ചെയ്തത്. മാതാവും യോസേപ്പിതാവും ഏറ്റവും വേദനിച്ചത് ക്രിസ്തുവിനെ കാണാതെ പോയ 3 ദിവസങ്ങൾ. യേശുവിന് അറിയാവുന്ന ഒരു ഗെയിമേ ഉള്ളൂ, സാറ്റ് കളി. ബൈബിളിൽ എപ്പോഴും സാറ്റ് കളിക്കുന്ന കർത്താവിനെ കാണാം. 12-ാം വയസ്സിൽ 3 നാൾ കണ്ടില്ല, 3-ാം ദിവസം കണ്ടു. ജീവിത അന്ത്യത്തിൽ ദുഃഖവെള്ളി ദുഃഖശനി 3 നാൾ കണ്ടില്ല, ഉയർപ്പിൻ്റെ അന്ന് കണ്ടു. നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു യോസേപ്പിതാവും മാതാവും. കുടുംബം തിരുക്കുടുംബമാകണോ? നഷ്ടപ്പെട്ട സന്ധ്യാപ്രാർത്ഥന ഒന്നേന്ന് തുടങ്ങാൻ കുടുംബനാഥ മുൻകൈ എടുക്കണം. നിർത്തിപ്പോയ കുമ്പസാരം ഒന്നേന്ന് തുടങ്ങാൻ കുടുംബം തീരുമാനിക്കണം. പള്ളിപ്പാടുള്ള മടി തിരുത്തിയിട്ട് പള്ളി പോകാൻ തുടങ്ങണം. ആത്മീയ ഗീതങ്ങൾ ആലപിക്കണം. ശാലോം പോലുള്ള നമ്മുടേതായ ചാനലുകൾ, അതൊക്കെ കുടുംബത്തിൽ വെച്ച് ഒരു പ്രാർത്ഥനാ തരംഗം പെരുകെ നമ്മൾ സൃഷ്ടിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നഷ്ടപ്പെട്ടു പോയ നന്മകളുണ്ട്, അതെല്ലാം തിരിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പം കുടുംബം തിരുക്കുടുംബമാകും. കുടിച്ച് നശിച്ചു പോയ മനുഷ്യൻ ഒരു ധ്യാനമൊക്കെ കൂടി തിരിച്ചു വന്നിട്ട് അതെല്ലാം നിർത്തി നശിച്ചുപോയ കുടുംബം തിരുക്കുടുംബമായി മാറിയിട്ടുണ്ട്. പിരിഞ്ഞേക്കാമെന്നും പറഞ്ഞ് എടുത്തു ചാടിയവർ ഫാമിലി കൗൺസിലിംഗ് കഴിഞ്ഞ് വേണ്ട, ഒരുമിച്ചേക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് തിരുക്കുടുംബമായി. നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. നമുക്കൊരു കുടുംബമുള്ളൂ, അത് തിരുക്കുടുംബമാണ്. അതിന് മോഡലായിട്ട് നസ്തലെ കുടുംബം ദൈവം തന്നിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ വീടും തിരുക്കുടുംബമാകണം.
ഒരു പുരുഷനാണ് എന്ത് കുറവ് വന്നോ യോസേപ്പ് പിതാവിൻ്റെ ജീവിതമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ ആർജിക്കണം. ഒരു സ്ത്രീയാണ് എവിടെ കുറവ് വന്നോ മറിയത്തെ മുമ്പ് വെച്ച് ആസ്വദിക്കണം. അങ്ങനെയുള്ള കുടുംബത്തിൽ ജ്ഞാനത്തിൽ പ്രായത്തിൽ വിശുദ്ധിയിൽ വളരുന്ന മക്കളെയും ദൈവം തരും. അപ്പന്മാരിങ്ങനെ ജീവിക്കുമ്പം കുഞ്ഞുങ്ങളെയും ദൈവം നന്നാക്കി കൊണ്ടുവരും. അപ്പോൾ എൻ്റെ വീട് എത്ര പാവപ്പെട്ടതാണേലും എങ്ങനെയാണേലും അത് തിരുകുടുംബമായിട്ട് മാറും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയോ, നഷ്ടപ്പെട്ടു പോയതിനെ കഷ്ടപ്പെട്ട് വീണ്ടും തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവുമല്ലോ. ഇന്ന് ഈ കാണുന്ന പ്രേക്ഷകരടക്കം ആരും പൂർണ്ണരല്ലാത്തത് കൊണ്ട് അവർക്ക് ഒത്തിരി കുറവുകളുണ്ടാവും. പക്ഷെ അവർക്കും പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. വീണ്ടും ഈശോയെ ഒന്നേന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണ് ആ പ്രത്യേകത. വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. അതാണ് നമുക്കുള്ള ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. അതാണ് ആർക്കും ഒന്നേന്ന് തുടങ്ങും. അതാണ് അവസാന നാഴിയിൽ വലതുവശത്തേക്കാൾ ഒന്നേന്ന് തുടങ്ങി. നമുക്കും മരണത്തിന് നാഴി ദൈവമേന്ന് വിളിച്ചാൽ ഒന്നേന്ന് തുടങ്ങാം. അവസാനം വന്നവനും കർത്താവ് ഒരു കൂലി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും തിരുക്കുടുംബം പോലെ ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒന്നേന്ന് തുടങ്ങാനുള്ള ഒരു തുടക്കം ഇന്ന് പലരും ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഇടുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് തിരുക്കുടുംബങ്ങൾ ഉണ്ടാവട്ടെ. അച്ഛാ, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.